അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ എത്തിയത്? കുട്ടിയെ അടിതെറ്റി താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് അല്പം മുമ്പ് കുട്ടിയുടെ ചെറിയച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം എന്ന് തന്നെയായിരുന്നു കുടുംബം ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ വിശ്വാസങ്ങളെല്ലാം ഇപ്പോൾ തള്ളി മാറ്റിക്കൊണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാണ്. ഇന്നത്തെ വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. എത്ര മിനിറ്റ് പോവും എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. സോ എല്ലാവരോടും വീഡിയോ കാണാൻ താല്പര്യമുള്ള വ്യക്തികൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ മാക്സിമം ഷോർട്ട് ആക്കണമെന്നാണ്. പക്ഷെ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ കൺവേ ആവണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം മേ ബി എൻ്റെ തംബ്നൈലിൽ നിന്നും എൻ്റെ ടൈറ്റിലിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു ന്യൂസാണ് ശ്രീനന്ദ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ സോഷ്യൽ മീഡിയയിൽ തീരെ ആക്റ്റീവ് ആയിരുന്നില്ല. ഇന്നലെ തൊട്ടാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രദ്ധയിൽ ഈ ന്യൂസ് പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയി ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് പോലെയാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത്. ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4 ദിവസമായി കാണാണ്ടായ പെൺകുട്ടീനെ 1500 അടിക്ക് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊരു ന്യൂസാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആ ന്യൂസിനെ കുത്തിത്തെറിഞ്ഞ് ബാക്കോട്ട് പോകുന്ന സമയത്താണ് കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു. അല്ലാണ്ട് കുറേ ന്യൂസസ് കണ്ട സമയത്താണ് എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് പോയത്. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ന്യൂസുകൾ റിയാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ന്യൂസിൽ ഇന്ന പെർസ്പെക്റ്റീവ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കണം എന്ന് തോന്നുമ്പോഴേ ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ. ഒരു കേസിൻ്റെ പോക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന റൈറ്റ് എന്നല്ല പറയുന്നത്, എൻ്റെ പെർസ്പെക്റ്റീവിന് ശരിയായ രീതിയിലാണ് അത് പോകുന്നതെങ്കിൽ എനിക്കൊരിക്കലും ആ ന്യൂസിനെ എടുത്ത് വെച്ച് സംസാരിക്കാനോ കീറി മുറിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ന്യൂസ് കണ്ട സമയത്ത് ഒരു സാധാരണ ചെറിയ വ്യക്തികൾക്ക് വരെ തോന്നുന്ന പല ചോദ്യങ്ങളും എനിക്കും പേഴ്സണലി തോന്നിയപ്പോഴാണ് ഞാൻ കരുതിയത് റീച്ച് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, കുറേ പേര് കാണില്ല എന്ന് എനിക്കറിയാം, എന്നാലും സംസാരിക്കണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വീട്ടിലെത്തി ഫുഡ് കഴിച്ചതിന് ശേഷം ഈ സെയിം ന്യൂസ് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ന്യൂസിനെ കുറിച്ചിട്ടുള്ള അവളുടെ അഭിപ്രായം ചോദിച്ച സമയത്തും എൻ്റെ മനസ്സിൽ പോയ കുറേ ചോദ്യങ്ങൾ അവൾ എന്നോട് ചോദിച്ചു. മേ ബി നിങ്ങളുടെ മനസ്സിൽ പോകുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും എനിക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ന്യൂസിനെ ഒന്ന് കംപ്ലീറ്റ് ആയി വിശകലനം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ ന്യൂസുകളോ വീഡിയോസോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ കുറിച്ചാണ്. ഒരു 15 വയസ്സുള്ള പെൺകുട്ടി ഫാമിലീൻ്റെ കൂടെ ഒരു ട്രിപ്പിന് പോവാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് 4-ാം തീയതി തുടങ്ങുന്ന ഒരു ട്രിപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ്. 40 പേരെങ്ങാനുണ്ട്. ഇവർ വണ്ടി വിളിച്ചിട്ടാണ് ഈ ട്രിപ്പ് പോകുന്നത്. അതാണ് അടുത്ത സാധനം. അപ്പോൾ ഹംപിയിൽ നിന്ന് തുടങ്ങി ചിക്ക്മാംഗ്ലൂരിലെത്തി അവസാനം എത്തിയിരിക്കുന്നത് മണിക്കധാര. ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഇറ്റ് പ്രൊനൗൺസ്. മണിക്കധാര എന്ന് പറയുന്നൊരു ഹില്ല് പോലത്തെ ഒരു മല പോലത്തെ ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് കയറി ഇറങ്ങുന്ന ഒരു 5:30 ടൈമായ സമയത്ത് കുട്ടീനെ കാണാണ്ടാവുന്നു. അതിനുശേഷം 5:30-ക്ക് ശേഷം ഈ 40 പേരെല്ലാവരും കൂടെ കുറച്ച് പേരെല്ലാവരും കൂടെ കയറി ഈ കുട്ടീനെ തിരയുന്നു. പിന്നെ അത് കേസ് കൊടുക്കുന്നു. പിന്നെ പോലീസുകാർ വരുന്നു, ഫയർഫോഴ്സുകാർ വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡോഗ് സ്ക്വാഡ് വരുന്നു. അങ്ങനെ 2-3 ദിവസത്തെ നീണ്ട തെരച്ചിൽ, അമ്മയുടെ കരച്ചിൽ, അച്ഛൻ്റെ കരച്ചിൽ, കുടുംബക്കാരുടെ ന്യൂസ്, എല്ലാത്തിനും ഒടുവിൽ ഇന്ന് ഫൈനലി ന്യൂസ് വന്നേക്കുകയാണ്. 1500 അടി താഴെ കുട്ടിയുടെ ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് ഒരു ഓവറോൾ ആയിട്ടുള്ള വിഷയം. ഇനി നമുക്ക് ഓരോന്ന് വിധം എടുത്തെടുത്ത് സംസാരിക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെൽഫി വീഡിയോ ആണ്. അത് മേ ബി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവരും കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഹലോ, അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ടിബ്ലേ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ്. മോളിക്കറോ? ഹലോ,
ഞാൻ ഈ ന്യൂസ് ക്ലിപ്പിംഗ് കാണിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ന്യൂസിൽ വരുന്ന ഒരു പെർസ്പെക്റ്റീവ് ചിലപ്പോൾ കുട്ടി സ്വയം ചെയ്തതായിരിക്കാം എന്നൊരു സാധനം. ചില വീടുകളൊക്കെ പറയുന്നതിന് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഒരു സാധനം കുറേ ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളത്? കാരണം 4-ാം തീയതി ഇറങ്ങിയ ട്രിപ്പാണ്. അത് കഴിഞ്ഞ് അവൾ ഇങ്ങനൊരു സ്ഥലം ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്വയം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഇന്നൊരു സ്ഥലത്ത് വന്ന് പോയി തീരുമാനം എടുക്കാൻ നിൽക്കില്ല. ഇതൊരു കൈൻഡ് ഓഫ് ഇമോഷനാണ് ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത്. ആ പോയിന്റ് ആ സെക്കൻഡ് ചെയ്താൽ അതിനൊരു തീരുമാനമാവും. ആ പോയിന്റ് ആ സെക്കൻഡിൽ ചെയ്താൽ അതിനൊരു തീരുമാനമാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഇമോഷൻ അങ്ങ് മാറും. അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുകയോ പാട്ട് പാടുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തു നോക്ക്, നമ്മുടെ ഇമോഷൻ കംപ്ലീറ്റ്ലി മാറും. ഇവിടെ ഈ കുട്ടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നതല്ല. അവളുടെ കസിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് വീഡിയോ എടുത്ത് നടക്കുക തന്നെയാണ് അവൾ ചെയ്യുന്നത്. അവൾക്ക് ആ ടൂറിൻ്റെതായ ട്രിപ്പും എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോയിൽ എനിക്ക് 2 കാര്യം കൂടെ പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, നമ്മൾ എവിടെ ഫാമിലി ട്രിപ്പ് പോവുകയാണെങ്കിലും നമ്മളുടെ കൂടെ ഒരു ക്ലോസ് കസിൻ ഉണ്ടാവും. നമ്മളെപ്പോഴും ആ കസിൻ്റെ കൂടെയാണ് നടക്കുക. നമ്മൾ ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും. അതുപോലെ തന്നെ ഈ കുട്ടീൻ്റെ കൂടെ ഒരു ക്ലോസ് കസിൻ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ഇവളുടെ കയ്യിൽ നിന്ന് മാറി ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ക്ലോസ് കസിൻ ശ്രദ്ധിച്ചില്ല? അപ്പം ഞാനും എൻ്റെ അനിയത്തി നടക്കുമ്പോൾ എൻ്റെ അനിയത്തി മിസ്സിങ് ആയിട്ടിട്ട് ഞാൻ നോക്കും അവൾ എവിടെ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പറയടി നീ ഇവിടെ നിൽക്കട്ടോ, ഞാൻ ഫ്രണ്ടോട്ട് പോവാം. ഈ ഒരു കോൺവെർസേഷനൊന്നും ഈ പെണ്ണും ഈ കുട്ടിയുമായിട്ട് ഉണ്ടായിരുന്നില്ലേ? ആൻഡ് ഇവർ താഴെ വന്നു കഴിഞ്ഞതിന് ശേഷം അല്ല സൈഡിൽ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഇവർ കുട്ടി മിസ്സിങ് ആയത് അറിയുന്നത്. അപ്പം ഒരു 40 പേര് ഒന്നടങ്കമുള്ള ഒരു ടീം ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ഒരു കുട്ടി ആ ഗ്രൂപ്പിൽ നിന്ന് മിസ്സാവുമ്പം ഈ 39 പേര് അറിഞ്ഞില്ലേ? ഈ 39 പേര് നോട്ടീസ് ചെയ്തില്ലേ? ഈ 39 പേർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അടുത്തൊരു സാധനം കാണാം. ഇവരൊരു 4-5 പേര്, മാക്സിമം എനിക്കൊരു 3-4 പേരെ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ചുറ്റിപ്പറ്റി ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒരാളെയും ഞാനിവിടെ ചുറ്റിപ്പറ്റി കണ്ടിട്ടില്ല. അപ്പം ഞാനത് ആലോചിക്കുന്നത്, ഈ ഒരു 1, 2, 3 കുട്ടീനെ അറിയാത്തൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു മലയിലും കുന്നിലും എങ്ങനെയാണ് പാരൻസിന് വിട്ടിട്ട് പോകാൻ തോന്നുന്നേ എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ കേസിലോട്ട് നയിക്കുന്ന ചോദ്യങ്ങളല്ല. ഈ വീഡിയോ കണ്ട സമയത്ത് ജനറലി എനിക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മളും ഫാമിലി ട്രിപ്പ് പോകുന്നവരാണ്. നമ്മളും പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ 2 പേര് കൈപിടിച്ചൊക്കെ ആയിരിക്കും നടക്കുക. കാരണം എല്ലാവർക്കും കൂടെ നിരത്തി കൈപിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടെയുള്ള ആളെ നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ വിടാണ്ട് നോക്കും, നമ്മൾ ഒരുമിച്ച് നടക്കും, നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, കമൻറ്റ് പറയും, ഒക്കെ ചെയ്യും. അപ്പോൾ അവരറിഞ്ഞില്ല എന്ന് പറയുന്നതും അവർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതും പെട്ടെന്ന് സ്പ്ലിറ്റായി പോയി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ എന്തോ ഒരു തരത്തിലുള്ളൊരു ദുരൂഹത ഉണ്ട്. ആൻഡ് എത്രയൊക്കെ ആണെങ്കിലും ഇതൊരു ചെറിയ പെൺകുട്ടിയാണ്, 15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവൾ പോകുന്നതിനും അവൾ ഓടുന്നതിനും ഓടി എത്തുന്നതിനും ഒരു ലിമിറ്റില്ലേ? അല്ലെ അവൾക്ക് അറിയുന്ന ആരുടെയും കൂടെ പോകണം. അങ്ങനെയാണെങ്കിൽ അവൾ ഒന്നും മിണ്ടാണ്ട് സൈലൻ്റ് ആയിട്ട് അങ്ങ് പോകും. അറിയാത്ത ഒരാളുകൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു സൗണ്ടോ നോയിസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ അല്ലേ? ഇനി പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു ന്യൂസ് ക്ലിപ്പിംഗ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായ ഡിസ്കഷനാണ്. ഈ പെൺകുട്ടിയുടെ പേരടിച്ച് അമ്മ എന്നടിക്കുമ്പോൾ തന്നെ ഈ ഒരു ന്യൂസാണ് വരുന്നത്. അത് നിങ്ങളൊന്ന് കാണണം. അവിടെ നിന്ന് വീണിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഡ്രഗ് കൊടുത്ത് മാറ്റി കൊണ്ടുപോയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ കുട്ടീനെ കണ്ടിട്ട് തന്നെ 2-3 ദിവസമായി. അവരെ ചിക്ക്മാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം എനിക്ക് അതിന്റെ ഒന്ന് ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവൾ ഒറ്റയ്ക്ക് മോളിക്ക് വന്നപ്പോൾ അവൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കിഡ്നാപ്പ് തന്നെയാണ് എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയെ. ഈ അമ്മ ഈ ഒരു 16 സെക്കൻഡുള്ള വീഡിയോയിൽ ഒരു 10 തവണയെങ്കിലും കിഡ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അവളെ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊരു സാധനം പറയുന്നുണ്ട്. മൂന്നാമത് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്. അപ്പം എനിക്കിവിടെ തോന്നുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഇതിപ്പോൾ വളരെ കോമൺ ആണ്. ഒരു സ്ഥലത്ത് നിന്നൊരു കുട്ടീനെ മിസ്സിങ് ആയാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയവൻ എന്തായാലും ഒരു ലഹരി ഉപയോഗിക്കുന്നവനായിരിക്കാം എന്നൊരു പെർസ്പെക്റ്റീവിലാണ് അമ്മ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രത്തോളം ഷുവറിൽ പറയുകയാണ് ഷീസ് കിഡ്നാപ്ഡ് അല്ലെങ്കിൽ കിഡ്നാപ്ഡ് ആണ് എന്ന് പറയുമ്പം ഞാൻ ആലോചിക്കുന്നത്, നിങ്ങളുടെ കൂടെ നിന്ന് ഒരു 5 മിനിറ്റ് ഫ്രണ്ടോട്ട് നടന്നു പോയൊരു പെൺകുട്ടീനെ എങ്ങനെ ഇത്ര പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും? നിങ്ങൾ നിൽക്കുന്നതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനാണെങ്കിലും അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ?
നിങ്ങളുടെ ഒരു കെയർലെസ്നെസ് അവിടെ കാണാൻ പറ്റില്ലേ? പിന്നെ ഇപ്പം അവളെ ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവിടെ ആ പെൺകുട്ടിയിൽ അട്രാക്റ്റഡായി ആ പെൺകുട്ടീനെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു ആൾക്കാരെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ചും കൂടെ ഒരു കെയർ കുട്ടീൻ്റെ കേസിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലേ? ഇപ്പം എല്ലാവർക്കും നഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായി, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കരയുന്നത്. പക്ഷേ എനിക്കിവിടെ ചോദിക്കാൻ വന്ന എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ നഷ്ടത്തിന് കരയുന്നതിലുപരി കെയർ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ആൻഡ് ഇനി ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു? 4 ദിവസത്തോളം എവിടെ നിർത്തുന്നു? ഒരു ഫയർഫോഴ്സും ഒരു ഡോഗ് സ്ക്വാഡും വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റി നിർത്തുന്നു. ആൻഡ് ഇതിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള ന്യൂസിൽ കണ്ടാൽ അവിടെയൊക്കെ ഞങ്ങൾ തിരഞ്ഞിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരാളെ പിന്നെ അതേ സ്പോട്ടിൽ നിന്ന് കിട്ടുന്നു. ഫുൾ സ്റ്റോറിയിൽ എവിടേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട്. 20 കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവര് അവർ അടുത്ത ഓരോ ഫാമിലി സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി മുകളിലോട്ട് കയറിപ്പോയി. അപ്പൊ മുകളിലോട്ട് കയറി 2 വഴിയുണ്ട്. ഒരെണ്ണം ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ കയറാം, സ്ട്രൈറ്റ് കയറിക്കാൻ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്താം. പക്ഷെ ഈ കുട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് കയറിയെന്നാണ് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് 5:26 അതിന്റെ പിറകിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല, ഇവരാരും. അപ്പൊ ഇവരെല്ലാരും വണ്ടി കയറി കാണുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് കുട്ടി എത്തിയിട്ടില്ല എന്നറിഞ്ഞത്. അപ്പൊ ഒരു 6-7 മിനിറ്റിന്റെ അവർ വ്യത്യാസം. ആ സമയത്ത് വെച്ചാണ് ഈ കുട്ടി അവിടെ നിന്ന് മിസ്സായത്. 5:20 വരെ കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്തൊരു 10 അംഗ സംഘം ഉണ്ടായിരുന്നു പറയുന്നുണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ലല്ല, അതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നു. അല്ല, ഈ സംഘത്തിൽ നിന്ന് മോള് കയറിപ്പോയി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. തനിച്ച് മുകളിലേക്ക് കയറി. കയ്യിൽ മൊബൈലും ഒന്നും ഉണ്ടായിരുന്നില്ല? മൊബൈലൊന്നും ഇല്ല. ഓക്കെ, എന്ത് പറഞ്ഞാണ് അങ്ങോട്ട് പോയതെന്ന് വല്ലതും അറിയാമോ? ഇല്ലല്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ കുട്ടി ഫ്രണ്ടിൽ കയറി, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ശ്രീനന്ദയെ ആരെങ്കിലും ബലമായി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു സംശയം അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ട്, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കടത്താൻ പറ്റുമോ? അതിന് ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയല്ലേ? പക്ഷേ ഡോഗ് സ്ക്വാഡ് വന്ന് കൃത്യമായിട്ട് അവിടെ ഒരു കടയുടെ അടുത്ത് വന്ന് ഒരു കടയുടെ അടുത്ത് വന്നാണ് നിന്ന്. പിന്നെ അതിനുശേഷം ഡോഗ് സ്ക്വാഡ് തിരിച്ചു വരികയായിരുന്നു. എന്നിട്ടും അവിടെയുള്ള ഒരു കടക്കാരെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല. അത് മാത്രമേ ഞങ്ങൾക്കൊരു ബാക്കി നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ലോക്കലിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവർക്ക് ഈ ഒരു സാധനം എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തതാണ്. 5:20 ഈ പെൺകുട്ടി ഫോട്ടോ എടുത്തു കഴിഞ്ഞ് മേലോട്ടോടി. ഈ മേലോട്ടോടിയ ലെഫ്റ്റും റൈറ്റും വഴിയുണ്ട്. റൈറ്റിൽ പോയാലാണ് സ്ഥലത്തോട്ട് എത്തുക എന്നുള്ളത് അറിയാം. ആൻഡ് 5:26 ആയപ്പോഴേക്ക് ഈ കുട്ടി മിസ്സിങ് ആയി. ലൈക്ക് ഒരു 6 മിനിറ്റ് ഗ്യാപ്പിലാണ് ഒരു പെൺകുട്ടീനെ ആ എക്സിറ്റ് വഴിയിലെ ഭാഗത്തിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം എക്സിറ്റ് ഇങ്ങോട്ട് പോയാൽ എക്സിറ്റ് ഇങ്ങോട്ട്, ഇങ്ങനെ 2 വഴി. ഇപ്പം എക്സിറ്റ് 5:30 എന്ന് പറയുന്ന സമയം, വൈകുന്നേരം 5:30 എന്ന് പറയുന്ന സമയം എല്ലാവരും കുർബാന ചൊല്ലാനൊന്നും പോകില്ലല്ലോ. എല്ലാവരും ഓട്ടോമാറ്റിക്കലി കയറിയിട്ടുള്ള ടീമുകളെല്ലാം പട പോലെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഓടി മേലോട്ട് കയറുന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ ഫോണില്ല. ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം സ്വന്തമായിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഫോണില്ലാണ്ട് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് വേഗം ഓടി മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നേരത്തെ ഫ്രണ്ടിൽ ഇറങ്ങാം, അല്ലെങ്കിൽ സീറ്റ് പിടിക്കാം എന്നൊക്കെയുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കാം. പൊതുവെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികളുടെ ഒക്കെ ഒരു മൈൻഡും മെൻറ്റാലിറ്റിയും ഒക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇറങ്ങാം, സീറ്റ് പിടിക്കാം, അല്ലെങ്കിൽ ഇവർ വരുന്നത് വരെ കയറ്റത്ത് നോക്കി നിൽക്കാം എന്നൊരു പെർസ്പെക്റ്റീവിലാണ്. അപ്പം ഈ 40 പേരിൽ ഒരാൾ ഫ്രണ്ടിൽ ഓടുമ്പം ബാക്കി 39 പേരും അവിടെ കുന്തം പോലെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ 1-2 ആൾ മുമ്പിലുണ്ടാവും, ബാക്കിലുണ്ടാവും, നടന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇനി അതൊന്നും വേണ്ട, വേറെ ഏതെങ്കിലുമൊക്കെ പരിപാടി കഴിഞ്ഞ് പോകുന്ന ടീമുകളുണ്ടാവും. ഈ ടീമുകളുടെ ഇടയിൽ ഈ ഒരു 6 മിനിറ്റ് കൊണ്ട് ഒരു പെൺകുട്ടീനെ പെട്ടെന്ന് അവിടെ നിന്ന് ഡിസപ്പിയർ ആക്കൽ എങ്ങനെയാണ് പോസിബിൾ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി എത്ര ഡിസപ്പിയർ ആവുകയാണെങ്കിലും ആ 6 മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഈ പെൺകുട്ടീനെ ആ കസിൻസിൽ ഒരാളെങ്കിലും അന്വേഷിക്കില്ലേ? ഇനി വേണ്ട, നടന്ന കയറ്റം കയറുന്ന സമയത്ത് ഈ പെൺകുട്ടി കയറ്റത്തിലോട്ട് ഓടി എന്നറിയുന്ന ബാക്കി കസിൻസെങ്കിലും മുകളിൽ കുട്ടി ഉണ്ടോ എന്ന് നോക്കില്ലേ? ഇനി ആ കുട്ടീനെ 6 മിനിറ്റ് ഗ്യാപ്പിൽ പെൺകുട്ടിക്ക് എത്ര ഓടാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ. ആ കയറുന്ന ആ ഗ്യാപ്പിൽ ആ പെൺകുട്ടീനെ ഒരാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ പെൺകുട്ടി എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ? ആ സൗണ്ട് ഇവർ കേട്ടില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരാൾ കേൾക്കില്ലേ? ഇതൊക്കെ ഇതിൻ്റെ ഒരു സാധനം. ഇതിൻ്റെ ഇനി ഒരു ആക്ച്വൽ സാധനം കിട്ടുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തോട്ട് വരുന്ന സമയത്താണ്.
കാരണം അതിൽ മനസ്സിലാവും വീണത്, വീഴ്ച, എത്ര ദിവസമായി ബോഡി അവിടെ കാണുന്നു, എന്തൊക്കെ ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇതിൽ തന്നെ പലരും പറയുന്നുണ്ട് ഈ കുട്ടി വീഴുന്ന ലെഫ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ലെഫ്റ്റ് സൈഡ് തിരഞ്ഞു, അവിടെ ആ കുട്ടീനെ കണ്ടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവൾ ഒരിക്കലും ലെഫ്റ്റിൽ എത്തൂല, അവൾ പോകുന്നത് റൈറ്റിലാണ്, പിന്നെ എങ്ങനെ അവളുടെ ബോഡി ലെഫ്റ്റ് കിട്ടി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി കുടുംബക്കാരാണെങ്കിലും ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിലും ഈ സ്റ്റോറിയിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ വ്യക്തി ഇങ്ങനെ ചെയ്തു എന്നൊരു സാധനം എല്ലാവരും ഒരുപോലെ തറച്ചു പറയുന്നുണ്ട്. ഈ കുട്ടീനെ മിസ്സിങ് ആയ സെക്കൻഡ് ഡേയിലുള്ള അമ്മയുടെ ന്യൂസ് ഞാൻ കാണിച്ചു, കിഡ്നാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, ഒരു മലേൻ്റെ മുകളിൽ നിന്നൊരു ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ നിങ്ങളുടെ ഒരു കുട്ടി മിസ്സിങ് ആയാൽ നിങ്ങളുടെ മൈൻഡിൽ എന്താ വരിക? ഇപ്പം എനിക്ക് എൻ്റെ ഒരു കസിൻ എൻ്റെ ഫാമിലി ട്രിപ്പിന് പോകുമ്പം അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ കുറേ ആയിട്ട് ഹാപ്പി ഒക്കെ ആയി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഇനി കുട്ടീൻ്റെ ഫാമിലി ഹിസ്റ്ററിയിലോട്ടൊക്കെ പോയാൽ കുറേ കാര്യങ്ങൾ കിട്ടും. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഒച്ചപ്പാടുണ്ടോ, വിഷയമുണ്ടോ, അല്ലെങ്കിൽ കസിൻ കുട്ടീനെ പിടിച്ചാൽ തന്നെ കുറേ കഥകൾ കിട്ടാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മലയിൽ നിന്ന് എവിടെന്നെങ്കിലും തെന്നി വീണിട്ടുണ്ടാവും എന്നൊരു മൈൻഡ് മാത്രമേ പോകും. അവിടെ ഈ കിഡ്നാപ്പ്, കഞ്ചാവ് അടിച്ച ആള് അവർ പോയിന്റ് ചെയ്ത് വെച്ച് കൊണ്ടുപോയി എന്നൊക്കെ ഒരു ആംഗിളിലോട്ട് പോവാൻ ചിലപ്പോൾ സാധിക്കുമായിരിക്കാം. പക്ഷേ ആ ഒരു 3 ദിവസം അതിനുള്ളൊരു മാനസികാവസ്ഥ കിട്ടുമോ എന്നുള്ളതും കൂടെ എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഞാനിത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ പല സംസാരങ്ങളും പോയിന്റുകളും ഞാനിങ്ങനെ ആലോചിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ പ്രാക്ടിക്കലി അല്ലെങ്കിൽ കാരണം നമ്മളാരും ഫാമിലി ട്രിപ്പ് പോകാത്തതല്ല. നമ്മൾ 40 പേരില്ലെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കും, അവരെവിടെ ഇവരെവിടെ, ഫുഡ് കഴിക്കാൻ മുമ്പ് വരാം, അവരിരുന്നോ ഇവരിരുന്നോ, വെള്ളം കുടിക്കുമ്പോൾ വരാം, നിനക്ക് വേണോ അങ്ങനെ നോക്കുന്ന ഈ ഒരു ടൈമിൽ ഒരു 15 വയസ്സ് പെൺകുട്ടീനെ അത് അവസാനം 5:30 അല്ലെങ്കിൽ ഓടുന്ന സമയത്ത് ആരാണെങ്കിലും പറയും ഓടണ്ടാട്ടം മര്യാദയ്ക്ക് നിന്നോ പോകാനായിട്ടുണ്ട്, ഇനി വീണ്ടും ഈ ചാടിത്തുള്ളി പോകാൻ നിൽക്കണ്ട എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കയറ്റത്തിൻ്റെ മുകളിൽ ഇതൊക്കെ നമ്മൾ ഈ പ്രാക്ടിക്കൽ ആലോചിക്കുമ്പം നമുക്ക് കുറേ ട്വിസ്റ്റബിൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫോട്ടോ എടുത്തു, അതിൽ നിമിഷ നേരം കൊണ്ട് ഇവിടുന്ന് കാണാതാകുന്നു. ഒരുപക്ഷെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാവുന്നതാണ്. പക്ഷെ രാത്രി മുഴുവൻ തന്നെ ഞങ്ങൾ ഏറ്റവും സെർച്ച് ചെയ്ത് ഇവിടെയാണ്. ഏറ്റവും ആദ്യം ഇവിടെ ഞങ്ങൾ താഴെ വരെ പോയിട്ട് അന്ന് ഇവിടെയൊക്കെ സെർച്ച് ചെയ്താണ്. പാറയിടുക്കിലൊക്കെ പരിശോധിച്ചു. പാറയിടുക്കിലേക്ക് താഴെ വരെ എത്തിയില്ല എങ്കിലും കൂടെ. പിന്നെ നിങ്ങൾ ഘടന കണ്ടോ, ഇവിടുന്ന് ചാടിച്ചാലും ഒരിക്കലും താഴെ വരയ്ക്ക് എവിടെയെങ്കിലൊക്കെ തട്ടി നിൽക്കും. അത്രയും മരങ്ങളും ഇതെല്ലാം ഉള്ളതാണ്. ഇനി അറ്റ്ലീസ്റ്റ് താഴേക്ക് പോയി കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ നൈറ്റിൽ വന്നിട്ട് തന്നെ ഫയർ ആൻഡ് ആൾക്കാർ വന്നിട്ട് ഇതുവരയ്ക്ക് പോയി. ഈ താഴെ നമ്മുടെ ഇപ്പോൾ ഒരു ട്രെഞ്ചുമാരി കണ്ടോ, അതുവരയ്ക്ക് പോയി. ഡോഗ് സ്ക്വാഡ് പോയത് ഏത് ഭാഗത്ത്? സ്ക്വാഡ് നെക്സ്റ്റ് ഡേ ആണ് വന്നത്. നെക്സ്റ്റ് ഡേ വന്ന് ഡോഗ് വന്നത് ഇതിലെ സൈഡിൽ കൂടെ നേരെ മേലേക്ക് കയറി. ഇവരൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവരൊക്കെ അല്ലേ? അണ്ണ നമസ്കാരം. നീ ಇಲ್ಲ ಅಣ್ಣ ನಮ್ಮನೆ ಮಹಾರಾಷ್ಟ್ರ ಸರ್. ಕನ್ನಡ ಬರಲ್ಲ ನಿಮ್ಗೆ? ಹಿಂದಿ ಸರ್. हाँ ಅವತ್ತು ಆ ದಿನ ನೀವು ಇಲ್ಲಿ ಇರ್ಲಿಲ್ಲ ಇಲ್ಲಿ? नहीं तो सर अपन को ये मालूम नहीं है, हम तो यहीं बैठा था, मगर अब कौन लड़की है कौन बच्ची है आवाज आता है जी. തലക്ക് വീഴുകയാണെങ്കിൽ അവർ കാണേണ്ടതാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അവരാരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഡോഗ് സ്ക്വാഡ് ഇവിടെ വന്നു. ഇവിടെ നിന്ന് പോലീസായ ഏത് ഭാഗത്തേക്കാണ് മണം പിടിച്ചു പോയത്? ഡോഗ് വന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കയറിയത്. ഡോഗ് നേരെ പണി വരെ ലെഫ്റ്റാണ് കയറിയിരിക്കുന്നത്. ടിക്കറ്റ് കൊടുക്കുന്ന ഒരാളുണ്ട് ഇവിടെ. നിങ്ങൾ വന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് താഴത്തേക്ക് പോയത്. വരുമ്പോഴും ടിക്കറ്റ് എടുക്കുന്ന ആളും ഇല്ല, കൗണ്ടറും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അന്ന് ഒരാൾ ടിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ തടഞ്ഞു നിർത്തി ടിക്കറ്റ് എടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ എടുത്ത് വിട്ടത്. കംപ്ലീറ്റ് ആൾക്കാർ ചെക്ക് ചെയ്തിട്ട് ഒരാളും ടിക്കറ്റ് ഉള്ള താഴേക്ക് വിടില്ലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് പക്ഷെ ഇൻസിഡന്റിന് ശേഷം ഇന്നലെ ഒന്നും ഇവിടെ ആർക്ക് വേണേൽ പോകാൻ വരാം. പോലീസിനായി വന്നത് ഇതിലെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ വഴിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇതിലിട്ട് തന്നത് നിങ്ങൾക്ക് കുറേ ഈ കേസിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കേസിൽ ഇപ്പോൾ ലെഫ്റ്റ് പോയി റൈറ്റ് പോയി അവിടുന്ന് പോയി ഇവിടുന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇവർ കേസിൽ ഇതിൽ തന്നെ അവരുടെ ഫാദർ പറയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചൊരു സ്പോട്ടാണിത്. ഈവൻ ഫയർഫോഴ്സ് ടീം വന്ന സമയത്ത് അവർ ഇറങ്ങി നോക്കിയ ഒരു സ്പോട്ടാണിത്. അപ്പോഴൊന്നും കാണാത്തൊരു ബോഡി എങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് ഇതേ സ്പോട്ടിൽ വെച്ച് കിട്ടി എന്നുള്ളൊരു ചോദ്യം അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു കേസിൽ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് ടു ഓൾ ദ വൺ ഹു വാച്ച് ദിസ് വീഡിയോ, നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്യുക നിങ്ങളുടെ മക്കളെ. അവരെ നല്ല രീതിയിൽ കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂസിലൊരു ഡിസ്കഷൻ ആവരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുക.
എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക. ഈ തോന്നിയ പോലെ പശുവിന് കയറിട്ട് വിട്ട പോലെ റോഡിലോട്ട് വിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ഇന്ന് പലരും വന്ന് നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങൾ 5:20 5:30 കണ്ടു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ വന്ന് നോക്കി, ഈ സൈഡാണ്, അവൾ ആ സൈഡാണ് പോവുക, പിന്നെ അവളെങ്ങനെ ഈ സൈഡിൽ വന്നു, ഈ സൈഡ് ഞങ്ങൾ പരതിയല്ലോ, എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം സംഭവിച്ചു, നഷ്ടപ്പെട്ടു. ഇനി തിരിച്ചു കൊണ്ടുവരാനോ തിരിച്ചു പിടിക്കാനോ പഴയ രീതിയിൽ എത്തിക്കലോ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ദിസ് ഇസ് ദി എൻഡായി, എല്ലാം തീർന്നു. ഇനിയൊരു പോസ്റ്റ്മോർട്ടം, 3 ദിവസത്തെ ഡിസ്കഷൻ, അത് കഴിഞ്ഞൊരു മന്ത്രിമാർ വന്നിട്ടുള്ള ഒരു കരച്ചിൽ അടക്ക് കഴിഞ്ഞാൽ ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും തീരും. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന നിങ്ങളുടെ ആഘാതം തീരണമെങ്കിൽ നല്ല പാടാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ കുട്ടികളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കെയർ കൊടുത്താൽ നല്ലതാണ്. ഇനി ഒരു അമ്മാവൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അമ്മാവൻ്റെ വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി കയറിയത്. ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി പോയിട്ടില്ല. കാരണം മാണിക്കധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് ശേഷം അപ്പുറത്താണ് ഈ ചരിവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്കധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്ക് ഉള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടിയെ കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങളുടെ കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. കണ്ടോ, ശ്രീനന്ദയുടെ വല്യച്ഛൻ ഇവിടെ വന്ന് പറയുന്ന സാധനവും ഇതൊക്കെ തന്നെയാണ്. കുട്ടി ആ സൈഡിലോട്ട് പോയിട്ടില്ല, ആ സൈഡിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കയറ്റത്ത് നിന്ന് ഓടി കയറുന്ന സമയത്ത് 2 വഴിയുണ്ട് എന്നാണ് പറഞ്ഞത്. ഒന്ന് പാർക്കിങ്ങിലോട്ടും അന്ന് ഇങ്ങോട്ടും. അപ്പോൾ കുട്ടി ഏത് റൂട്ടിലാണ് പോയെന്ന് എനിക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഈ കുട്ടി കരുതുകയാണ് അവർ കയറി വരുന്നത് വരെ ഞാൻ ഈ സൈഡിൽ പോയി ഒന്ന് കാണട്ടെ എന്ന് കരുതി ആ സൈഡിലോട്ട് പോയതാണെങ്കിലോ, അപ്പോൾ അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലോ, അല്ലെ അവിടുന്ന് പോയിരുന്നെങ്കിലോ. ഇതൊക്കെ സംഭവിക്കാം, ഇതൊക്കെ നടക്കാം. ഇതൊക്കെ നമ്മളുടെ തോട്ട്സാണ്, നമ്മുടെ മൈൻഡ് പ്രോസസ്സാണ്. എനിക്കറിയാം നിങ്ങൾ ഹോൾ ഫാമിലി ഇപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നിങ്ങളുടെ മൈൻഡ് ഇമോഷൻ. ഞാൻ ഈ ന്യൂസ് കയറി മുറിക്കാൻ പോകുന്നില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ടു ടോക്ക് അബൌട്ട് ദിസ് മോർ. പക്ഷേ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫാമിലി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം അമ്മാവൻ്റെ ന്യൂസ്, അമ്മയുടെ ന്യൂസ്, അച്ഛൻ്റെ ന്യൂസ്, കുട്ടി വന്ന് പറയുന്ന ന്യൂസ്, കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ കത്തി കയറി ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ള ഒരു ടോപ്പിക്കും ഇസ് ഓഫ് കോഴ്സ് അബൌട്ട് ശ്രീനന്ദ എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത് ഒരു 25 or 50% ഇവരുടെ കയ്യിലാണെങ്കിൽ ബാക്കി 50% ഈസ് ഓൾ അബൌട്ട് യുവർ ലാക്ക് ഓഫ് കെയർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഇമോഷനൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ചിലപ്പോൾ എൻ്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും കരുതി ഇവളെന്തുവാ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. എടാ, ടു ആൻ എക്സ്റ്റെൻറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഇവരുടെ ഒരു ലാക്ക് ഓഫ് കെയർ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ കെയർ ചെയ്യേണ്ട രീതി, നിങ്ങൾ നോക്കേണ്ട രീതി, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട രീതി, ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു സ്പേസ്, ഇത് കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലോ നമുക്കറിയുന്ന ഒരു കോമൺ സ്പേസിലോ കുട്ടികളെ വിടുന്നത് പോലെയല്ല പുറമൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത്. ആൻഡ് ഇതിനിടയിൽ ഒരു 10 അംഗ ടീമുണ്ട് എന്ന് പറഞ്ഞു. ഈ ടീം ഉണ്ടാവുന്ന ഈ സമയത്ത് തന്നെ ആ കുട്ടീനെ കുറച്ചും കൂടെ കെയർ ചെയ്യണമായിരുന്നു, ഓവർ എന്ന് പറയണമായിരുന്നു. നമുക്ക് ഇന്നത്തെ കാലത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രിക്കോഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ. നമുക്ക് ഈ രോഗം വരുന്നതിന് മുമ്പ് നമ്മളത് വരാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരുടെയും വിചാരമാണ് അവർക്ക് സംഭവിക്കും, ചിലപ്പോൾ എനിക്ക് സംഭവിക്കണമെന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, ഞാനിതൊന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല, മൈ ലൈഫ് വിൽ ബി മോർ ഹാപ്പിയർ, ഐ വിൽ ബി മോർ ഹാപ്പിയർ, ഐ വിൽ ബി സോ പോസിറ്റീവ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എടോ, അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കും എന്നുള്ളത് പോലും പറയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സോ ഇറ്റ്സ് ഇറ്റ് ഗൈസ്. കെയർ ചെയ്യുക, മക്കളെ കെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് കഴുകൻ കണ്ണുകൾ ഇവരെയൊക്കെ നോക്കി ചുറ്റും നിൽക്കുന്നുണ്ട്. അവിടെ വലിയ ആൾക്കാർക്ക് പോലും രക്ഷപ്പെടാനോ എസ്കേപ്പ് ആവാനോ പറ്റാത്ത ഈ സൊസൈറ്റിയിൽ ഇതുപോലെ കുഞ്ഞു മക്കളെ ശ്രദ്ധിക്കാണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ശ്രീനന്ദനെ പോലെ ഒരുപാട് ന്യൂസുകൾ ഇനിയും ഉണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.